റിയൽ ലവ് എന്ന് പറയുന്നത് ഫെയിലിയർ ആയാളെ. അങ്ങനെ മറ്റതൊക്കെ ഒരു ഫസ്റ്റ് ലവ്, എന്റെ ക്രഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. പക്ഷെ ഒരു റിയൽ ലവിലേക്ക് പോകുമ്പോൾ അത് അങ്ങനെ ഒരു പെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, അത് എപ്പോഴും അങ്ങനെയാണ്. ലവില് ഫെയിലിയർ സംഭവിക്കുകയോ അത് നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ അതിൽ ഒരു പെയിൻ അത് അവിടെ അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ചാടിക്കയറാൻ വേണ്ടിയിട്ട് എങ്ങനെ ചിലപ്പോൾ നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ചിലതിന് നമുക്ക് പകരമില്ലല്ലോ അല്ലേ. മറ്റൊന്ന് വരുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. കോംപ്രമൈസ് മാത്രം ജസ്റ്റ് അതിനൊന്നും താരതമ്യപ്പെടുത്താൻ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ സിനിമയിൽ മഞ്ജുചേച്ചിനെ കാണുന്നതിന് മുമ്പ് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ മഞ്ജുചേച്ചിയുടെ വലിയൊരു ഫാനായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്കാൾ ഉപരി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ, ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ മഞ്ജുചേച്ചിയുടെ വലിയൊരു ഫാനാണ്. ആ ബന്ധം ഞങ്ങൾ എപ്പോഴും ഉണ്ട്. ഞങ്ങൾ ഫോണിൽ സംസാരിക്കാറുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ മാസം ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. മഞ്ജുചേച്ചി 10-ാം തീയതി ബർത്ത്ഡേ, എൻ്റെ 19-നാണ് ബർത്ത്ഡേ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഞങ്ങൾ ഒരിക്കലും മറക്കാറില്ല. അതിനൊക്കെ ഞങ്ങൾ വിളിച്ച് വിഷ് ചെയ്യാറുണ്ട്. കാണുന്നത് വളരെ അപൂർവം. ഇപ്പോൾ എന്താ പറയുക, ചില കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ കാണുന്നുള്ളൂ, കുറവാണ്. പക്ഷേ ഫോണിലുള്ള ബന്ധം എപ്പോഴും ഉണ്ട്. ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായിരുന്നു മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ ഒന്നും. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാൻ പാടില്ല, എൻ്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാളാണ് ഞാൻ മഞ്ജു ചേച്ചി. മഞ്ജുവിനെ ഞാൻ ലോയിസാറാണ് ആദ്യം ഇതിൽ വരുന്ന സല്ലാപത്തിൽ നമ്മൾ ആദ്യം കാണുന്നത് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ്. ലോയിസാറാണ് അതിന്റെ സാറെന്ന്. കാരണം മഞ്ജുവിനെ മൊത്തം ഇങ്ങനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ നല്ല പൊക്കമൊക്കെ തോന്നില്ല. അപ്പൊ എന്നെ പതുക്കെ അറിയാത്ത മറ്റുള്ള അടുത്ത സാറ എനിക്ക് പൊക്കമുണ്ടോ മനസ്സിലായില്ലേ. ആ ഫിലിമിൽ നിന്നാണ് ഞങ്ങള് നല്ല സുഹൃത്തുക്കളായി മാറിയത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. മഞ്ജുവിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് മഞ്ജുവും ദിലീപും പിരിഞ്ഞത് എന്നത്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ മനസ്സ് പാകപ്പെട്ടിരുന്നു. ഇല്ല, അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇരുന്നുണ്ട്. അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ഒരു സ്വകാര്യത എന്നുള്ളത്. രണ്ടുപേരുടെ, എൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല. നമസ്കാരം കൂട്ടുകാരെ. മലയാള സിനിമയിലെ ഏറ്റവും വലിയ പവർ കപ്പിൾസ് എന്നായിരുന്നല്ലോ ഒരു കാലത്ത് ദിലീപും മഞ്ജു വാര്യരൊക്കെ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 2014 അവർ ഔദ്യോഗികമായിട്ട് വേർപിരിഞ്ഞപ്പോൾ അത് കേരളത്തിൽ സൃഷ്ടിച്ച അലയൊലികൾക്ക് എന്നും അടക്കമുണ്ടായിട്ടില്ല എന്നാണ് പറയാൻ. എന്തുകൊണ്ടാണ് 10 വർഷങ്ങൾക്കിപ്പുറവും ഒരു ജനത ഈ വിഷയത്തിൽ ഇത്രയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നത്? ഇത് കേവലം 2 താരങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണോ, അതോ അതിന് പിന്നിൽ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ ഒരു തുടക്കമായിരുന്നു? 1998 കരിയറിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് മഞ്ജു വാര്യർ ദിലീപിനോടൊപ്പം ജീവിതം തുടങ്ങിയത്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നായിക ആ സമയത്ത് അഭിനയം നിർത്തിയത് പലർക്കും അംഗീകരിക്കാനും ആയില്ലെങ്കിൽ പോലും ദിലീപിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെ അവരത് സ്വീകരിച്ചു. നീണ്ട 14 വർഷത്തെ കുടുംബജീവിതവും എന്നാൽ 2012ഓടെ ഇവർക്കിടയിലെ അസ്വാരസ്യങ്ങൾ ഇതെല്ലാം പുകഞ്ഞു തുടങ്ങിയതായിട്ട് റിപ്പോർട്ടുകളും വന്നു. ഒരു സാധാരണ കുടുംബ കലഹമായിരുന്നില്ല അത്, മറിച്ച് സിനിമാ ലോകത്ത് തന്നെ പിടിച്ചുലയ്ക്കുന്ന ചില സത്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതിന്റെ ഒരു സൂചനകളായിരുന്നു അത്. ശരിക്കും ഈ കഥയിലെ വഴിത്തിരിവ് വരുന്നത് 2017 നടി ആക്രമിക്കപ്പെട്ട ആ ഒരു കേസോട് കൂടി തന്നെയാണ്. മഞ്ജു വാര്യർ അന്ന് പരസ്യമായി പറഞ്ഞ ക്രിമിനൽ ഗൂഢാലോചന, ആ ഒരൊറ്റ വാക്ക് ദിലീപിന് നേരെയാണ് അന്ന് വിരൽ ചൂണ്ടിയതും. മഞ്ജുവും ആ നടിയും തമ്മിലുള്ള സൗഹൃദം ദിലീപിന്റെ വ്യക്തി ജീവിതത്തിലെ ചില രഹസ്യങ്ങൾ മഞ്ജുവിനെ അറിയിച്ചു. ഈ ആരോപണവുമാണ് ഇവർക്കിടയിലെ ബന്ധം പൂർണ്ണമായിട്ട് തകർത്തതെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. തന്റെ ജീവിതം തകർത്തതിന് പിന്നിൽ ഈ സൗഹൃദമാണെന്ന് ദിലീപിന്റെ സംശയമാണോ പിന്നീട് വലിയൊരു കേസിലേക്ക് നയിച്ചത്? എന്തായാലും അന്വേഷണ ഏജൻസികൾ പോലും പരിശോധിച്ച ഒരു കാര്യം തന്നെയാണിത്. ഇവിടെ മഞ്ജു വാര്യർ തന്റെ 2ാം വരവിലൂടെ സ്വതന്ത്രയായിട്ടുള്ള ഒരു സ്ത്രീയുടെ പ്രതീകമായിട്ട് മാറിയപ്പോൾ ദിലീപ് നിരന്തരമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ, സൈബർ ആക്രമണങ്ങളിലൊക്കെ പെട്ടുപോയി. തിരുപ്പതിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും ദിലീപിനെതിരെ ഉയരുന്ന കമന്റുകൾക്ക് പിന്നിൽ മലയാളിയുടെ ഈ ഒരു മൊറാലിറ്റി ബോധമുണ്ട്. അതുമാത്രമല്ല, കാവ്യ മാധവനെ വിവാഹം കഴിച്ചതോടുകൂടി തന്നെ ഉണ്ടായ കുടുംബം കലക്കി എന്നുള്ള ലേബൽ ഉണ്ടല്ലോ, അത് ദിലീപിന്റെ സിനിമകളുടെ ബിസിനസിനെ പോലും ബാധിക്കുന്ന കാഴ്ചയാണ് നാം പിന്നീട് കണ്ടത്. പിന്നീട് മാത്രമല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം അതിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. സത്യം എന്താണെന്ന് ആ വ്യക്തികൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം. എങ്കിലും ഒരു സൂപ്പർ താരത്തിന്റെ പതനവും ഒരു നടിയുടെ ഫീനിക്സ് പക്ഷിയെ പോലെയുള്ള ഉയർത്തെഴുന്നേൽപ്പൊക്കെ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയൊരു റിയൽ ലൈഫ് ഡ്രാമയായിട്ട് തന്നെയാണ് തുടരുന്നത്. കാരണം കേരളത്തെ നടി ആക്രമിക്കപ്പെട്ട കേസ് 8 വർഷങ്ങൾക്ക് ശേഷം ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നതും നമ്മൾ കണ്ടു.
ഒരു സൂപ്പർ താരത്തിന്റെ അറസ്റ്റ് മുതൽ നീണ്ട വിചാരണകൾ കണ്ട ഈ മലയാളികൾക്ക് മുന്നിലെ ഇപ്പോഴും കോടതി വിധി എത്തിയിരിക്കുന്നതും എന്നാൽ വിവാദങ്ങൾ ഒഴിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. ഒരു വശത്ത് കോടതി വിട്ടയച്ച ദിലീപും മറുവശത്ത് അപ്പീലായിട്ടുള്ള സർക്കാരും. 2025 ഡിസംബറിലാണ് എറണാകുളം സെഷൻസ് കോടതി ഈ ഒരു കേസിൽ വിധി പുറപ്പെടുവിച്ചത്. 8ാം പ്രതിയായ ദിലീപിനെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് കോടതിയെ വിട്ടയക്കുകയും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾക്കോ അല്ലെങ്കിൽ സാക്ഷിമൊഴികൾക്കോ ദിലീപിനെ ഈ ഒരു ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംശയാതീതമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു കോടതി അന്ന് നിരീക്ഷിച്ചത്. ഇത് ദിലീപിനും അദ്ദേഹത്തിന്റെ ആരാധകർക്കും വലിയ ആശ്വാസമാണ് നൽകിയത്. എങ്കിൽ കേസിന്റെ തുടക്കം മുതൽ പൾസ് സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഉയർന്ന ആരോപണങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. 1ാം പ്രതി പൾസ് സുനി ഉൾപ്പെടെയുള്ള 6 പേർക്ക് 20 വർഷത്തെ കഠിന തടവാണ് കോടതി വിധിച്ചത്. ശാസ്ത്രീയ തെളിവുകളുടെയും അതിജീവിതയുടെ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ ഒരു തീരുമാനത്തിലെത്തിയത്. അതായത് കുറ്റം നടന്നു എന്നത് കോടതി അംഗീകരിക്കുന്നു, എന്നാൽ അതിന്റെ പിന്നിലെ ബുദ്ധി ദിലീപിന്റേതാണോ എന്നതിലാണ് നിയമപരമായിട്ടുള്ള തർക്കവും നിലനിൽക്കുന്നത്. എന്നാലും വിധി വന്നെങ്കിലും നിയമ പോരാട്ടം അവസാനിച്ചിട്ടില്ല. വിചാരണ കോടതിയുടെ വിധിയിൽ പിഴവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേരള സർക്കാർ 2026 ഏപ്രിലിൽ ഹൈക്കോടതിയിൽ അപ്പീലും നൽകി. പ്രധാനമായിട്ടും ഡിജിറ്റൽ തെളിവുകൾ വിലയിരുത്തിയതിൽ കോടതിക്ക് പിശക് പറ്റിയെന്നാണ് ഈ ഒരു സർക്കാരിന്റെ മെയിൻ വാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിലീപിന് ലഭിച്ച ഈ ഒരു ആശ്വാസമുണ്ടല്ലോ, അത് അന്തിമമാണോ എന്നത് ഹൈക്കോടതിയിലെ നടപടികൾക്ക് ശേഷമേ പറയാൻ കഴിയൂ. അതിജീവിതയും സമാനമായിട്ടുള്ള ഒരു നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ദിലീപ് ഇന്നും വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തിടെ അദ്ദേഹം ക്ഷേത്രങ്ങളിൽ പോയപ്പോൾ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ ഇതിന്റെ ഒരു തെളിവാണ്. നിയമത്തിന് മുന്നിൽ അദ്ദേഹം നിലവിൽ കുറ്റവിമുക്തനാണെങ്കിൽ പോലും പൊതുജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം നിരപരാധിയാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കേസ് ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്, ഇതിനെ ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരി ഒരു സോഷ്യൽ സ്റ്റഡി ആയിട്ടാണ് കാണുന്നത്. സ്ക്രീനിൽ നമ്മൾ കണ്ട ജനപ്രിയ നായകൻ എന്നുള്ള ബിംബം തകർന്നപ്പോൾ അതിലുണ്ടായ ആഘാതം മലയാളികൾക്ക് ഇന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വശത്ത് ദിലീപിനെ ഇപ്പോഴും സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗം ആരാധകരുണ്ട്, മറുവശത്ത് അദ്ദേഹത്തെ വെറുക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു വലിയ സൈബർ സമൂഹം തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഇത്രത്തോളം വലിയൊരു 2 തട്ടിലായ മറ്റൊരു വിഷയം അടുത്ത കാലത്ത് ഉണ്ടാകില്ല എന്ന് വേണം പറയാൻ. അതായത് നമ്മൾ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കണ്ടതുപോലെ തിരുപ്പതിയിൽ പോയ ദിലീപിനെതിരെ ഉണ്ടായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ ഒരു സൂചന തന്നെയാണ്. നിയമം ഒരാളെ കുറ്റവിമുക്തനാക്കിയാൽ പോലും സമൂഹം സ്വന്തം നിലയിൽ നടത്തുന്ന ഒരു വിചാരണയുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ കങ്കാരു കോടതി എന്ന് വേണമെങ്കിൽ വിളിക്കാം. കോടതി വിധി വന്നാലും ശരി, ആളുകൾ അവരുടെ മനസ്സിലെ വിധി മാറ്റാൻ തയ്യാറല്ല എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഓരോ സോഷ്യൽ മീഡിയ കമന്റുകളും എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇവിടെ നീതിയേക്കാൾ കൂടുതലും ആളുകൾ വൈകാരികമായിട്ടുള്ള ഒരു ശരിയാണ് തേടുന്നത് തന്നെ. ഈ കേസിൽ ഏറ്റവും വലിയ സോഷ്യൽ മാറ്റം എന്ന് പറയുന്നത് മഞ്ജു വാര്യർ എന്ന വ്യക്തിയോടുള്ള സമൂഹത്തിന്റെ സമീപനം തന്നെയാണ്. വിവാഹമോചനത്തിന് ശേഷം മഞ്ജു നടത്തിയ തിരിച്ചുവരവുണ്ടല്ലോ, അത് കേരളത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി. ഒരു കുടുംബം തകർന്നപ്പോൾ ഇര എന്ന ലേബലിൽ ഒതുങ്ങാതെ തന്നെ സ്വന്തം കരിയറിലൂടെ മറുപടി നൽകിയ മഞ്ജുവിനെ സമൂഹം നെഞ്ചിലേറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപിനെതിരെയുള്ള ഓരോ പ്രതിഷേധവും പലപ്പോഴും മഞ്ജുവിനോടുള്ള ഒരു ഐക്യദാർഢ്യമായി തന്നെ അത് മാറുന്നുണ്ട്. ഈ കേസിന് ശേഷം മലയാള സിനിമയിലെ തൊഴിലിടങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചു. WCC അതായത് വുമൺ ഇൻ സിനിമ കളക്റ്റീവ് പോലുള്ള സംഘടനകളുടെ രൂപീകരണവും ഇതിന്റെ നേരിട്ടുള്ള ഫലമാണ്. പുരുഷാധിപത്യം നിറഞ്ഞ ഒരു ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ സ്വന്തം ശബ്ദം ഉയർത്താൻ തുടങ്ങിയതും ഈ ഒരു കേസിന് ശേഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള പോരാട്ടമല്ല, മറിച്ച് സിനിമാ ലോകത്തെ മാറ്റങ്ങൾക്കുള്ള ഒരു തുടക്കം തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കേവലം 3 വ്യക്തികളുടെ ജീവിതമല്ല, മറിച്ചൊരു സമൂഹത്തിന്റെ നീതിബോധത്തെ തന്നെയാണ്. കോടതികൾ തെളിവുകളുടെയും നിയമപുസ്തകങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിക്കും. 2025 ഡിസംബറിലെ വിധി ദിലീപിന് നിയമപരമായിട്ടുള്ള ആശ്വാസം നൽകുന്നുണ്ടാകാം. സർക്കാർ അപ്പീലിലൂടെ ആ ഒരു പോരാട്ടവും തുടരുന്നുണ്ടാകാം. പക്ഷെ ഇവിടെ ഉയരുന്ന വലിയ ചോദ്യം മറ്റൊന്നാണ്. നിയമപരമായിട്ടുള്ള നീതിയും സാമൂഹികമായിട്ടുള്ള നീതിയും എപ്പോഴും ഒന്നാണോ എന്നുള്ളത്. ഒരു വശത്ത് താൻ നിരപരാധിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിയമത്തിന് മുന്നിലെ നിലവിൽ കുറ്റവിമുക്തനായ ദിലീപ്, മറുവശത്താണെങ്കിലോ തകർക്കാനാവാത്ത ആത്മവിശ്വാസത്തോടെ തന്റെ കരിയർ കെട്ടിപ്പടുത്ത മഞ്ജു വാര്യർ. ഇതിനിടയിൽ നീതിക്കായിട്ട് വർഷങ്ങളോളം പോരാടിയ അതിജീവിതം. ഈ 3 ധ്രുവങ്ങളിലായിട്ട് കേരളക്കര ഇന്ന് വിഭജിക്കപ്പെട്ടു കിടക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ വിചാരണകൾക്കും അധിക്ഷേപങ്ങൾക്കും അപ്പുറം കാലം കരുതി വെക്കുന്ന ചില സത്യങ്ങളുണ്ടാകാം. എന്നാലും നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്,
മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഈ കേസ് കേവലം ഒരു ക്രൈം സ്റ്റോറി ആയിട്ടല്ല, മറിച്ച് മാറ്റങ്ങളുടെയും തിരിച്ചറിവുകളുടെയും വലിയൊരു സാമൂഹിക പാഠമായിട്ട് തന്നെ അവശേഷിക്കും. സത്യം എപ്പോഴും ജയിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം നീതി വൈകുന്നത് നീതി നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണെങ്കിൽ തെറ്റായി നീതി നടപ്പാക്കുന്നത് അതിലും വലിയ അപകടമാണ്. അപ്പൊ കൂട്ടുകാരെ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അവസാന വാക്ക് എന്താണ്? നമുക്ക് കമന്റ് ബോക്സിൽ ചർച്ച തുടരാം. മറ്റൊരു വിശകലനവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.